കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ വനംവകുപ്പിന്റെ മാരത്തോൺ തെരച്ചിലിന് തുടക്കമായി. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. അടിക്കാടുകൾ നിറഞ്ഞ മേഖലകളിലും എസ്റ്റേറ്റുകളിലും പ്രത്യേക തെരച്ചിലുണ്ടാകും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്യാമറകൾ വെച്ചിട്ട് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കടുവയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെയുള്ള ഒരു കടുവ തന്നെയാണത്. അതുകൊണ്ടിട്ട് നമ്മൾ ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി അതിനുള്ള ഫർദർ നടപടി നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റിലുള്ള കടുവ തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു കടുവയുടെ ഇതാണ്, കാൽപ്പടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 43-ാം മൈലിൽ കിട്ടിയിട്ടുള്ളത്. 43-ാം മൈലിൽ അവിടെയാണ് നമ്മൾ കണ്ടത്. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കടുവയുടെ കാൽപ്പാടുകളും കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട് കേട്ടാ. ഏകദേശം 8 വയസ്സ് പെൺകടുവ. ഇല്ല, അതല്ല. അതായത് ഇടക്ക് കയറി ചതുപ്പുള്ള സ്ഥലങ്ങളിൽ കടുവ കിടക്കാറുണ്ട് പകൽ സമയം. രാത്രിയാണ് അതാദ്യം ഇര തേടുന്നത്. അപ്പോൾ ആ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെ ഓടിച്ചു വിട്ട് ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ച് കാട്ടിലേക്ക് വിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ. അതായത് തൊട്ടടുത്തുള്ള ഒരു ആശങ്ക നമുക്ക് നികർത്താൻ പറ്റും. പക്ഷെ രാത്രിയിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. നമ്മൾ എല്ലാവരും ഇതുവരെ ഒരു ജീവികളെ ആക്രമിച്ചിട്ടില്ല. അതാണ് എൻ്റെ ക്യാറ്റ് ലിഫ്റ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനാണ് DFO മാർട്ടിൻ ലോവലാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശദീകരിച്ചു. ഇവിടെ വനംവകുപ്പ് സജ്ജമാണ്. ചില മേഖലകളാക്കി തിരിച്ച് ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, അങ്ങനെ കുറേ മേഖലകളാക്കി തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദൗത്യം വനംവകുപ്പ് നടപ്പാക്കുന്നത് ഇന്ന്. കാരണം ഈ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം ഈ 43 എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ വിവിധ മേഖലകളാക്കി വിഭജിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദൗത്യം വനംവകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. സവിത ടീച്ചറെ, എങ്ങനെയാണ് ഈ ഒരു ദൗത്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ ആശ്വാസകരമാണ്. കാരണം മിനിഞ്ഞാന്നാണ് എൻ്റെ വാർഡിൽ ഈ കടുവ സാന്നിധ്യം ഉണ്ട് എന്നൊരു കുടുംബം അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വനംവകുപ്പിൻ്റെ ക്യാമറയിൽ ഇന്നലെ രാവിലെ 7 മണിക്ക് പരിശോധനയിൽ കടുവയുടെ ചിത്രം പതിയുകയും ചെയ്തു. പക്ഷേ മിനിഞ്ഞാന്ന് രാത്രി സാന്നിധ്യം ഉണ്ടെന്ന് അറിയുകയും ഫസ്റ്റത്തെ വെളിയിൽ തന്നെ RRT അടക്കം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികളടക്കം അവിടെ എത്തിച്ചേരുകയും അവർ ആ രാത്രി മുഴുവനും ആ കോളനിക്ക് കോളനി എന്ന് പറയുന്നത് അത് എല്ലാ ഉന്നതി എന്ന് പറയാനല്ല, ജനറൽ വിഭാഗം എല്ലാവരും താമസിക്കുന്ന ഇടമാണ്. ആളുകൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഇടമാണ്. അവരെല്ലാവരുടെയും തന്നെ അവരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ കോമ്പിനെന്ന് പറയുന്നത് ഈ നാട്ടുകാർക്ക് തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. കാരണം ഇവരുടെ വനംവകുപ്പിന്റെ ഈ ഒരു നീക്കത്തെ അഭിനന്ദിക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. എന്തായാലും ആളുകൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആശ്വാസം പങ്കുവെക്കുന്നു. ഇപ്പോൾ വ്യത്യസ്ത മേഖലകളിലേക്ക്, അതായത് ഇതിന്റെ പരിസര പ്രദേശങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് ഗ്രൂപ്പുകളാക്കി തിരിച്ച് RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇവിടെ നിന്നും പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം അടിക്കടിയായി കഴിഞ്ഞ 1.5 മാസമായി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള അലോസരം കടുവ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ എഞ്ചിനീയറിംഗ് കോളേജിന് അവധിയാണ്. കാരണം ഈ പഠന സംവിധാനം ഓൺലൈൻ വഴിയാക്കിയിട്ടുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്തൊക്കെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഘങ്ങളായി തിരിഞ്ഞ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോമ്പിംഗ് ആരംഭിക്കും. ആ ദൗത്യം, ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞു. SK. ഓക്കെ, താങ്ക് യു സുർജിത് അയ്യപ്പത്ത്.